നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്ക് വീണ്ടും ചൈനീസ് കമ്പനികൾ. നിക്ഷേപ വിലക്കുകൾ നീക്കാനൊരുങ്ങി കേന്ദ്രം. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യ ചൈനീസ് കമ്പനികളോട് സ്വീകരിച്ചിരുന്ന കടുത്ത നിലപാടുകളിൽ അയവ് വരുത്താൻ പോവുകയാണോ? അതെ എന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിർത്തിയിലെ തർക്കങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും ഇടയിൽ നിന്നിരുന്ന ചൈനീസ് നിക്ഷേപ വിലക്ക് നീക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. എന്താണ് പ്രസ് നോട്ട് 3? എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്? കോവിഡിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികളെ ചൈനീസ് കമ്പനികൾ ഏറ്റെടുക്കുന്നത് തടയാനായി കേന്ദ്ര സർക്കാർ പ്രസ് നോട്ട് 3 എന്ന ചട്ടം കൊണ്ടുവന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് സർക്കാർ അനുമതി നിർബന്ധമാക്കുന്നതായിരുന്നു ഈ ചട്ടം. എന്നാൽ ഇപ്പോൾ ഈ ചട്ടത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആഭ്യന്തര മന്ത്രാലയം, വ്യവസായ മന്ത്രാലയം, DPIIT ആലോചിക്കുന്നു. പ്രധാന മാറ്റം ഇതാണ്. ഇന്ത്യൻ കമ്പനികളിൽ 26% വരെ നിക്ഷേപം നടത്തുന്ന ചൈനീസ് കമ്പനികളെ ഇനി കടുത്ത സുരക്ഷാ പരിശോധനകളിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് നിന്ന് ഒഴിവാക്കിയേക്കും. പക്ഷേ ഇതിന് ചില കർശന നിബന്ധനകളുണ്ട്. വെറുതെ എല്ലാവർക്കും വന്ന് നിക്ഷേപം നടത്താൻ കഴിയില്ല. മാനേജ്മെന്റ് നിയന്ത്രണം പാടില്ല. നിക്ഷേപം നടത്തുന്ന ചൈനീസ് കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയുടെ നടത്തിപ്പിലോ മാനേജ്മെന്റിലോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കരുത്. ബോർഡ് അംഗത്വം പാടില്ല. ഇന്ത്യൻ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചൈനീസ് പ്രതിനിധികൾ ഉണ്ടാകാൻ പാടില്ല. ചുരുക്കത്തിൽ പണം മുടക്കം, ലാഭമെടുക്കാം, പക്ഷേ കമ്പനിയെ നിയന്ത്രിക്കാൻ പാടില്ല. ഇതാണ് സർക്കാരിന്റെ പുതിയ അറിയിപ്പായി പറയുന്നത്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മനമാറ്റം? ഉത്തരം ലളിതമാണ്. സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിദേശ നിക്ഷേപത്തിൽ FDI വലിയ കുറവുണ്ടായിട്ടുണ്ട്. കണക്കുകൾ എങ്ങനെയെന്ന് നോക്കാം. 2022 $84.8 ബില്യൺ ആയിരുന്നു നിക്ഷേപം. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അത് $71 ബില്യൺ ഇടിഞ്ഞു. വർഷം $100 ബില്യൺ വിദേശ നിക്ഷേപം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ചൈനീസ് പണം കൂടി ഒഴുകിയേ തീരൂ എന്ന് നീതി ആയോഗ് എന്ന സമിതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ഫ്ലിപ്കാർട്ടിലെ ചൈനീസ് നിക്ഷേപം. പ്രശസ്ത ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് ഫ്ലിപ്കാർട്ടിൽ 5% ഓഹരിയുണ്ട്. പക്ഷേ അവർക്ക് കമ്പനിയുടെ ഭരണത്തിലോ ബോർഡിലോ സ്ഥാനമില്ല. ഇത്തരം നോൺ കൺട്രോളിംഗ് നിക്ഷേപങ്ങളെയാണ് സർക്കാർ ഇപ്പോൾ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഡിസംബർ അവസാനം നടന്ന ഉന്നതതല ചർച്ചകളിൽ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ സാമ്പത്തിക വളർച്ച എങ്ങനെ നേടാമെന്നതായിരുന്നു മുൻഗണന. ചുരുക്കത്തിൽ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാം, പക്ഷേ താക്കോൽ ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതാണ് പുതിയ തന്ത്രം. ഇന്ത്യൻ വിപണിക്ക് ഗുണകരമാകുന്ന ഈ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചൈനീസ് നിക്ഷേപം തിരികെ വരുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുമോ? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ബിസിനസ് വാർത്തകളും അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.